ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. നമ്മുടെ കല്യാണത്തിന് സദ്യയിലൊക്കെ കാണുന്നൊരു മെയിൻ ഐറ്റം ഉണ്ടല്ലോ, ക്യാരറ്റും മാങ്ങയൊക്കെ വെച്ചിട്ടുള്ളൊരു അച്ചാർ. എൻ്റെ ദൈവമേ, എന്നാ ടേസ്റ്റാണ് അതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ക്യാരറ്റും മാങ്ങയൊക്കെ ഉള്ള സ്ഥിതിക്ക് അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? എൻ്റെ കൂടെ കൂടുമല്ലേ? പോയാൽ അടുക്കളയിലോട്ട് വായോ, കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ താരങ്ങളായ ക്യാരറ്റും മാങ്ങയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കൂടാതെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയെല്ലാം ആവശ്യത്തിന് എടുക്കണം. കറിവേപ്പില മസ്റ്റാണ്, അച്ചാറല്ല. അപ്പോൾ ഇത് ഞാനെല്ലാം വൃത്തിയാക്കി കഴുകിയെടുത്തു. ഈ ക്യാരറ്റും മാങ്ങയും 50-50 അളവിലെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ എനിക്കിവിടെ മാങ്ങ കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് എല്ലാം കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് മക്കളെ ടാസ്ക്. ഇത് വളരെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. വളരെ ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. നീളത്തിൽ കനം കുറച്ച് തന്നെ സ്ലൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് കടന്നാലോ? വായോ. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി വെക്കാൻ പോവാണ്. ഇളക്കി തിരുമ്മി വെക്കുന്നു. ശേഷം പാനടുപ്പത്ത് വെച്ച് കടുവയും ഉലുവയും പൊട്ടിക്കുന്നു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ചെയ്തിടുന്നു. കടുക് വറ. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, ഒരുപാട് മൂത്ത് പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് സെറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. വിനാഗിരി ഒഴിച്ചു, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്യണം. തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാരറ്റ്, മാങ്ങ ഇതിൻ്റെ അകത്തോട്ട് തട്ടി കൊടുക്കാം അല്ലേ? തട്ടി കൊടുത്തിട്ടുണ്ട്. ശേഷം ഒന്ന് തിളയ്ക്കണം. ഒരുപാട് വെന്ത് പോയാൽ കൊള്ളത്തില്ല. ജസ്റ്റ് വാടിയാൽ മതി. വാട്ടി അടിപൊളിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാവും. എന്നെ കളർഫുള്ളല്ലേ കാണാൻ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ച ശേഷം കുപ്പി ഭരണിയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആവശ്യം അനുസരണം എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെ നോക്കിയേ, കാണാൻ ഭംഗിയില്ലേ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഞാനിത് എൻ്റേതായ രീതിക്കാണ് റെഡിയാക്കിയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. മൈ വേർഷനാണ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.